We already discussed about the stability of nucleus. What unstable nucleus does is that it breaks down into lighter ones emitting radiations, and this process is known as radioactivity. And suppose there is a radioactive substance here, and then we have positive plate at one side and the negative plate here and positive plate here. We have the radioactive substance in this place, and some particles are attracted towards the negative plate and some are attracted towards the positive plate of the electrode, and some radiations are not affected by both. പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഉണ്ട്, നെഗറ്റീവ് സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഉണ്ട്. ഈ രണ്ട് പോസിറ്റീവും നെഗറ്റീവ് പ്ലേറ്റും ബോദർ ചെയ്യാതെ പോകുന്ന റേഡിയേഷനുണ്ട്. ദാറ്റ് ഇസ് ദ ഗാമ റേഡിയേഷൻ. അപ്പോൾ പോസിറ്റീവിലേക്ക് അട്രാക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് ദിസ് ബീറ്റ പാർട്ടിക്കിൾ ഈസ് ഹാവിങ് നെഗറ്റീവ് ചാർജ്, ഓപ്പോസിറ്റ് ചാർജാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട ആൽഫ പാർട്ടിക്കിൾ ഈസ് ഹാവിങ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഗാമ പാർട്ടിക്കിൾ ഈസ് ചാർജ്ലെസ്, therefore not affected by the polarity of the electron. And further experiments showed that alpha particle is helium nucleus, He24. There is 2 proton and in total 4 nucleons. Then that is a alpha particle, and beta particle is the electron current. Electrons with -1 and 0 as the mass number. Atomic number is -1 and mass number is 0. അപ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ്, ആൻഡ് ഗാമ പാർട്ടിക്കിൾ ഇസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ചാർജ്ലെസ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഗാമ പാർട്ടിക്കിൾ. റേഡിയോ ആക്ടിവിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ലോസ് ഉണ്ട്. നമ്പർ 1 ഇസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. And according to displacement law, when an atom with atomic number Z and mass number A disintegrates, either alpha particle or beta particle is emitted. Either alpha or beta എന്ന് പറഞ്ഞാൽ 2 റേഡിയേഷനും ഒരേ സമയം എമിറ്റ് ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ beta particle, and this is a general example for alpha particle emission. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ ആണ്, അതിൻ്റെ അറ്റോമിക് നമ്പർ 2 ആൻഡ് മാസ് നമ്പർ ഇസ് 4. ഒരു എക്സ് എന്നൊരു ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. എക്സിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡ് ആണെന്നിരിക്കട്ടെ, എൻ്റെ മാസ് നമ്പർ ലെറ്റ് ദാറ്റ് ബി എ. ആൽഫ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ് and the equation should balance. Either side lo total mass number should be same and total atomic number should be same. അപ്പോൾ ഇവിടെ Z ആണ് ലെഫ്റ്റ് സൈഡിൽ, LHS atomic number Z ആണ്, RHS 2. So here it should be Z minus 2. Z minus 2 plus 2 Z, and here it should be A minus 4. അപ്പോൾ റൈറ്റ് സൈഡിൽ A minus 4 plus 4, that is A itself. അപ്പോൾ ലെഫ്റ്റും റൈറ്റും അറ്റോമിക് നമ്പറും മാസ് നമ്പറും ബാലൻസ് ചെയ്യണം. അപ്പോൾ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, ദാറ്റ് മീൻസ് ദ എലമെൻറ്റ് വൈ ഈസ് ഡിഫറെൻറ്റ്. എക്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് നമുക്ക് കിട്ടുന്നത് വെൻ ആൽഫ പാർട്ടിക്കിൾ എമിഷൻ ഒക്കേഴ്സ്. ദ സെയിം ഹാപ്പൻസ് വെൻ ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ ഒക്കേഴ്സ്.
beta particle is having atomic number -1 and mass number 0. ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും ബാലൻസ് ചെയ്യണമെങ്കിൽ ഹിയർ ഇറ്റ് ഷുഡ് ബി Z+1. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ Z-2 ആണ് ആവുന്നത്. ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ ബാലൻസ് ചെയ്യണമെങ്കിൽ Z+1 -1 ആണ് Z. So this should be Z+1 and right side mass number A+0 A. That is the element displaces in the periodic table. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് നമ്പർ മാറുമ്പോൾ നെക്സ്റ്റ് എലമെൻ്റ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ പൊസിഷൻ ഡിസ്പ്ലേസ് ചെയ്യുന്നു. Therefore it is known as displacement law or Soddy-Fajans displacement law. And this is Soddy-Fajans displacement law. Another law related to radioactive decay is law of radioactive decay, and it says rate of decay is proportional to number of atoms present at that instant. Rate of decay കൊണ്ട് ഉദ്ദേശിക്കുന്നത് dN/dt. If dN number of atoms disintegrated in dt time. ഇപ്പോൾ നമ്മൾ പറയണം 5 സെക്കൻഡ് കൊണ്ട് 200 ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് 200/5. ദാറ്റ് ഈസ് dN/dt. എത്ര ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ ദ ടൈം. എത്ര ടൈം കൊണ്ടാണ് അത്രയും ആറ്റംസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഡീക്കേ ആൻഡ് ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആറ്റംസ് present at that instant. Let n be the number of atoms present at that instant. dN/dt is proportional to -n. റേറ്റ് ഓഫ് ഡിക്രീസ് ആണ്. dt കൂടുന്ന അനുസരിച്ച് നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് പേരൻ്റ് ആറ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന ആറ്റം പേരൻ്റ് ആറ്റം എന്നാണ് പറയുന്നത്. പേരൻ്റ് ആറ്റത്തിൻ്റെ നമ്പർ കുറഞ്ഞു വരികയാണ്. അപ്പോൾ dt ടൈം കൂടുന്ന അനുസരിച്ച് n കുറഞ്ഞു വരികയാണ്. അതായത് ഡി ടിയും ഡി എന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചേഞ്ച്. therefore there will be definitely മൈനസ്, ഒരു മൈനസ് സൈൻ കാണും. ആൻഡ് dN/dt പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയാൽ is equal to a constant lambda times n, and this lambda is known as decay constant. Lambda is the decay constant. And this is the radioactive decay law or law of radioactive disintegration. ഇപ്പോൾ decay എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡാണ് disintegration. decay or disintegration. There is another term related to radioactivity, activity. Activity is actually dN/dt, the mode of dN/dt. അപ്പോൾ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ വാല്യൂ വിത്തൗട്ട് സൈൻ, സൈൻ ഇല്ലാതെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് dN/dt. ആൻഡ് വി നോ അക്കോർഡിംഗ് ടു decay law dN/dt is minus lambda n, and mode of dN/dt is lambda n, and this is known as activity. Activity, in other words, it is the rate of disintegration, magnitude of rate of disintegration. dN/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ആക്ടിവിറ്റി. And A is equal to A0 e raised to minus lambda t. A is the activity at time t, and A0 is the activity when t is equal to 0. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ആക്ടിവിറ്റിയാണ് A0. ടി ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടി ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞിട്ടുള്ള
ആക്ടിവിറ്റിയാണ് എ, ആൻഡ് ടി ഈസ് ദ ടൈം ഇലാപ്സ്ഡ്. ഇ ഈസ് ദ എക്സ്പൊണൻഷ്യൽ, ലാംഡ ഈസ് decay കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ടൈമിലെ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ ആക്ടിവിറ്റി, അതേപോലെ ടി ടൈം കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. ഇത് തമ്മിലുള്ള റിലേഷൻ ഇതാണ്. എ ഈസ് ഈക്വൽ ടു A0 e raised to minus lambda t, and that is activity. And next is Rutherford-Soddy theory. And this theory is related to decay. Radioactivity decay related to the theory ആണ് theory of radioactive decay. And this is a radioactive decay law. dN by dt is equal to lambda n. ഈ ഇക്വേഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ we should rewrite this as dN by n. n ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. dN by n is equal to lambda dt minus lambda dt. Then integrate both sides. Integrate ചെയ്താൽ 1 by n dn, integral of 1 by n dn is log to the base e n, and lambda is a constant, there is minus dt യുടെ integral t ആണ്, plus constant of integration. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ ഇക്വേഷനിൽ നമുക്കറിയാവുന്ന ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് വി നോ ദ വാല്യൂ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഒറിജിനൽ ടൈമിൽ സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള ടി ഈക്വൽ ടു 0 എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം. ഒറിജിനലി n വാസ് n0. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ടൈമിലെ നമ്പർ ഓഫ് പാരൻ്റ് ആറ്റം എന്ന് പറയുന്നത് n0 ആണെങ്കിൽ അറ്റ് ടി ഈക്വൽ ടു 0 അത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ലാംഡ ടി മൈനസ് ലാംഡ ഇൻറ്റു 0, ദറ്റ് ഈസ് 0 പ്ലസ് സി. n എന്താണ്? n ഇസ് n0, ദറ്റ് ഈസ് ലോഗ് n0 ഇസ് ഈക്വൽ ടു സി. അപ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. C is log n0. Then substitute that in equation 1. Equation 1 substitute ചെയ്താൽ log to the base e n is equal to minus lambda t plus log to the base e n0. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ ലോഗ് ഇ എൻ മൈനസ് ലോഗ് ഇ n0, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ആണ്. സോ ദിസ് ഇസ് ലോഗ് ടു ദ ബേസ് ഇ എൻ ബൈ n0, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി. രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുക്കുക, ടേക്കിംഗ് എക്സ്പൊണൻഷ്യൽ ബോത്ത് സൈഡ്സ്. എക്സ്പൊണൻഷ്യൽ ഓഫ് ലോഗ് ടു ദ ബേസ് സി log to the base c n by n0 മൈനസ് ലാംഡ ടി. അപ്പോൾ രണ്ട് സൈഡിലും എക്സ്പൊണൻഷ്യൽ എടുത്താൽ എക്സ്പൊണൻഷ്യൽ ഓഫ് ലോഗ് n by n0 is n by n0, and exponential of minus lambda t is e raised to minus lambda t. That is n is equal to n0 e raised to minus lambda t. n എന്താണ്? n is the number of atoms at the instant t, and n0 is the number of atoms present originally, അല്ലെങ്കിൽ ഇനിഷ്യൽ നമ്പർ, ഇനിഷ്യലി ഉണ്ടായിരുന്ന നമ്പറാണ് n0, and t is the time elapsed, and lambda is the decay constant.
And this is Rutherford Soddy theory of decay.